بسم الله الرحمن الرحيم. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ പടവിൽ നിന്നുകൊണ്ട് പ്രജ്വലമായ പ്രഭാഷണം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അല്ലാഹുവിന്റെ ഹബീബ് അന്ന് പ്രസംഗിച്ച കാര്യം എന്താണെന്നറിയുമോ? സ്വദഖ കൊടുക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ചാ. നല്ലോണം ജീവിക്കണം, ആളുകളുടെ ഇടയിൽ കൈ നീട്ടി ജീവിക്കാതെ. മാന്യമായ വർത്തമാനം, മാന്യമായ വേഷം, ഒരു അന്തസ്സുണ്ട്, അത് വിട്ട് താഴെ പോവല്ലേ. ഇല്ലാന്ന് 10 ആളുടെ മുന്നിൽ നമ്മൾ പറയുമ്പോ അള്ളാഹു ഇല്ലാന്ന് തന്നെ അങ്ങ് തീരുമാനിക്കാ. പടച്ച റബ്ബ് തന്ന അനുഗ്രഹത്തെ അള്ളാഹു തിരിച്ചു വാങ്ങുകയാ. യാചനയെ കുറിച്ചുമാണ് ആ സദസ്സിൽ നിന്ന് പ്രസംഗിച്ചത്. ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാന്റെ ഹബീബ് പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അൽയദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. എപ്പോഴും കൊടുക്കുന്ന കൈയായിരിക്കും മുകളിൽ, വാങ്ങുന്ന കൈയാ താഴെ. ഇല്ലായ്മയിൽ കൊടുക്കുമ്പോഴും കൊടുത്തതിനേക്കാളും ഖൈർ ഈ കൈ ഇനി കൊടുക്കാൻ വേറെ വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയല്ലേ ഈ കൊടുക്കലിന്റെ ചരിത്രം. ഇതുപോലെ കൊടുക്കാൻ, അങ്ങനെ ഒരു മനസ്സ്, ലക്ഷക്കണക്കിന് രൂപ സ്വതക്ക ചെയ്യാൻ, കോടിക്കണക്കിന് രൂപ സ്വതക്ക ചെയ്യാൻ. എനിക്കറിയാം ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കൃത്യമായ കണക്കുകൂട്ടലിൽ ഒരു മാസം അയാൾ 30 ലക്ഷം രൂപ സ്വതക്ക ചെയ്യുന്നു. അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു സഹോദരൻ എനിക്കറിയാം. എത്രയോ വർഷങ്ങളായി അദ്ദേഹം തന്റെ ബിസിനസിന്റെ സിംഹഭാഗം അതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കാം. എവിടെ നിന്ന് കിട്ടുന്നു? ഇത് എങ്ങനെ കിട്ടുന്നു? അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഒരു മഹബത്ത് കൊണ്ടല്ലാതെ, റബ്ബെന്ന് വിചാരം മനസ്സിൽ വരാതെ ഈ കൊടുക്കാനുള്ള മനസ്സെങ്ങനെ വരാം? ഹബീബായ നബി തങ്ങൾ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് മാതൃകയാ. മുകളിലെ കയ്യിലായിരിക്കും എപ്പോഴും ഖൈർ വരാ, താഴെ കയ്യിൽ ഖൈറില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് കൊടുക്കാൻ ഇല്ലെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചാൽ മതി. ഇല്ലായ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലാഹുവേ എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര ഞാൻ കൊടുക്കുമായിരുന്നു എന്ന കണക്ക് മനസ്സിൽ വെച്ചുകൊണ്ടങ്ങ് പുഞ്ചിരിച്ചാൽ നീ കണക്ക് വെച്ചത് കൊടുത്തതിന് തുല്യമായ പ്രതിഫലം നിനക്കുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ കണ്ടപ്പോൾ പുന്നാര നബി തങ്ങൾ അബൂദറിനോട് ചോദിച്ചല്ലോ, യാ അബൂദർ അതറാ കഥറത്തുൽ മാലി ഹുവൽ ഗിനാ. സമ്പന്നത എന്ന് പറഞ്ഞാൽ അബൂദറേ, നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരുപാട് പണമുണ്ടായാലാണോ? ഒരുപാട് പണമുള്ള ആൾക്കാർ സമ്പന്നൻ എന്ന് പറയുന്നത് അങ്ങനെയാണോ അബൂദറേ നീ മനസ്സിലാക്കിയത്? അബൂദർ റളിയല്ലാഹു പറഞ്ഞു, നബിയേ, ഒരുപാട് പണമുള്ള ആൾക്കാർ സമ്പന്നൻ എന്ന് പറയാം. നബി തങ്ങൾ ചോദിച്ചാൽ തീരെ ഇല്ലാത്ത ആളുകളുണ്ട്, അവരെ ദരിദ്രർ എന്നാണോ മനസ്സിലാക്കിയത്? അതെ. അങ്ങനെയല്ല, അങ്ങനെയല്ല അബൂദറേ. സമ്പന്നത എന്ന് പറഞ്ഞ മനസ്സിന്റെ തൃപ്തിയാ. മനസ്സിന്റെ തൃപ്തി ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഓണം അതൊരു സമ്പന്നതയാണ്. അത് ഉള്ളത് കൊണ്ട് ഒരു രാജാവിന് എന്ത് കിട്ടിയിട്ടും തൃപ്തിയല്ല. അവസാനം ആ തൃപ്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് അന്വേഷിച്ചപ്പോ ചിന്തകരായ കൊട്ടാരത്തിലെ പണ്ഡിത പ്രമുഖർ മുഴുവൻ പറഞ്ഞു, ഈ നാട്ടിൽ ഏറ്റവും സുഖമായി കിടന്നുറങ്ങുന്ന ഒരാളുണ്ട്, അയാളുടെ ഉടുപ്പ് വാങ്ങി ഒരു ദിവസം രാജാവ് ധരിച്ചാൽ രാജാവിന്റെ ഈ പ്രശ്നം മാറും. എന്തിനോടും ഒരു തൃപ്തി വന്നില്ല, രാജാവിന് വല്ലാത്ത വസ്വസാണ്. അങ്ങനെ അന്വേഷിച്ചു, ഏറ്റവും സുഖമായി ഉറങ്ങുന്ന ഒരാളെ അന്വേഷിച്ചു. ആ തെരുവിൽ നേരത്തെ ഉറങ്ങാൻ കിടക്കുന്ന ഒരാളെ കണ്ടെത്തി. അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ യാചകനാണ്. അയാൾ രാജാവിന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെട്ടു. അയാളുടെ ഉടുപ്പ് രാജാവ് വാങ്ങി ധരിച്ചാൽ രാജാവിന്റെ പ്രശ്നം മാറുന്ന കീറി തുന്നമ്പാടിയ മുഷഞ്ഞ വസ്ത്രം അയാൾ അഴിച്ച് രാജാവിന് കൊടുത്തുന്നു. അതിട്ടിട്ടും അയാൾ തൃപ്തിയോടുകൂടെ കിടന്നുറങ്ങുന്നതിനെ ചിന്തിച്ച രാജാവ് ആ നിമിഷം നന്നായി എന്ന ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അത്രത്തോളം മനുഷ്യന്റെ തൃപ്തി ഒന്നിനോടും അങ്ങ് അടങ്ങുന്നില്ല. മനുഷ്യൻ എത്ര പ്രായമായാലും 2 കാര്യത്തിൽ അവന്റെ മനസ്സിൽ പ്രായമാവുന്നില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അവന്റെ ദീർഘായുസ്സിനെ കുറിച്ച് 5 മിനിറ്റും കൂടി കിട്ടിയ അത്രയും നല്ലതാണ്. 2, പണത്തിനോടുള്ള ആർത്തി. ഇത് രണ്ടും മനുഷ്യന്റെ മനസ്സിന്റെ യൗവനം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളിലും, ആരോഗ്യപരമായ കാര്യങ്ങൾ,
നമ്മൾ ഒരുപാട് മാതൃകയാക്കേണ്ടതുണ്ട്. നിന്നാ വെള്ളം കുടിക്കാം. എത്ര വലിയ ദോശ അതുകൊണ്ട് ഉണ്ടാവാന്നറിയോ? ഇടത്തെ കൈ കൊണ്ടാ കുടിക്കാം. ഒട്ടകം കുടിക്കുന്ന പോലെ കുടിക്കില്ല എന്നാ പറഞ്ഞത്. മുറുക്കായി കുടിക്കണം. കാരണം എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകണം. ഇത് ഹബീബിന്റെ ചര്യ. ആരോഗ്യരംഗം പാദുകങ്ങൾ ധരിച്ചുകൊണ്ട് ശൗചാലയത്തിൽ പോകണം. മലമൂത്ര വിസർജന നേരത്ത് നിങ്ങൾ ചെരുപ്പ് ധരിക്കണം. ബാക്ടീരിയയും ഫംഗസും രോഗാണുക്കളൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന ഭാഷയാ. പക്ഷേ അതിനെത്രയോ മുമ്പ് വിസർജനം നടക്കുന്ന സന്ദർഭത്തിൽ ശരീരത്തിന്റെ രോമകൂപങ്ങൾ വികസിക്കുന്ന നേരം രോഗാണുക്കൾ വ്യാപകമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ രോമകൂപങ്ങളിലൂടെ ശരീരത്തിന്റെ അകത്തേക്ക് അത് പ്രവേശിച്ചാൽ സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും വലിയ അപകടം നിറഞ്ഞു നിൽക്കുന്ന ഭാഗം നിങ്ങളുടെ ശിരസാണ്. തലമറയ്ക്കണം. അത് എന്റെ സുന്നത്ത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ശുദ്ധി വേണം, വൃത്തി വേണം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടപഴകുന്ന ഒരു ഭാഗം, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം മുൻകയ്യ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തെ ഇടപെടുന്നത് നോക്കിക്കോളൂ. ഒരു മനുഷ്യൻ നിസ്കാരമുള്ളവനാണോ 30 പ്രാവശ്യം ഈ മുൻകൈ ഏറ്റവും ചുരുങ്ങിയത് അവൻ ഒളു എടുക്കുന്ന നേരത്ത് കഴുകുന്നുണ്ട്. കൈ മുഴുവൻ മുട്ടുൾപ്പെടെ കൈ മുഴുവനായിട്ട് മുട്ടുൾപ്പെടെ കഴുകുക എന്നത് മുട്ട് മുതൽ താഴേക്ക് അത് ഒളുവിൽ ഉള്ള ആ ഫറദിന്റെ കൂടെ മുൻകൈ കൊണ്ട് കഴുകി തുടങ്ങുക എന്ന സുന്നത്ത് ഒരു 30 പ്രാവശ്യം 5 വഖത്ത് ഒളുവിലൂടെ ഒരു മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത് ഈ ഭാഗത്തെ കഴുകിക്കൊണ്ടിരിക്കാം. 20 പേശികളും 27 അസ്ഥികളുമുള്ള ശരീരത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യത്തെ നിർണയിക്കുന്ന ഒരു ഭാഗം ഈ കൈയിന്റെ പിടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ ഇത് തുറക്കാൻ ആ ചുരുട്ടി പിടിച്ചവൻ തന്നെ വിചാരിക്കണം അത്രമാത്രം പേശികളും സന്ധികളും കൊണ്ട് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഈ ഭാഗത്തു കൂടി ഒരു രോഗാണു ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ സാരമായ പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നം. അതുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ നഖം വൃത്തിയാക്കണം. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലെങ്കിൽ ജനാബത്ത് കുളിക്കുമ്പോ വലിയ ശുദ്ധിയോടെ കുളിക്കാരന്റെ നഖത്തിന്റെ അടിയിൽ അഴുക്ക് പാടില്ല. എന്തുകൊണ്ട്? ആരോഗ്യ സംരക്ഷണം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ആൾക്ക് ആദ്യം സുന്നത്തായ 3-4 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നവൻ ആദ്യം 2 മുൻകൈ കഴുകണം. നേരത്തെ പറഞ്ഞ നിസ്കാരത്തിന് വേണ്ടി ഒളുവിലൂടെ 30 പ്രാവശ്യം മുൻകൈ കഴുകലിന് പുറത്താണ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നവന്റെ മുൻകൈ കഴുകൽ എന്ന് പറയുന്ന സുന്നത്ത് വരുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പും ശേഷവും കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെയാ കൈ കഴുകുക? ഇങ്ങനെ കഴുകല്ല, 2 കൈയും കഴുകണം. അതിനോടുകൂടെ തന്നെ വായും കുപ്പിളിക്കണം. ഉസ്താദേ, ഇടത്തെ കൈ കൊണ്ടല്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാം. പക്ഷേ ആ അവസരത്തിൽ ഇടത്തെ കൈയും കൂട്ടി ഇടതും വലതും കൈകൾ ഒരുമിച്ച് കഴുകി വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് വേണം, കുപ്പിളിച്ച് തുപ്പിക്കളഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഒരാൾ അങ്ങോട്ട് പോവാം. മഹാനായ ഉസ്താദിന്റെ വീട്ടിൽ പോയവരുണ്ടാകും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തരുന്നത് പ്രധാനമായും ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം കഴിക്കാൻ നമുക്ക് തരുന്നതിന്റെ തൊട്ട് മുന്നേ ഒരു പാത്രത്തിൽ കാലിപ്പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു. നമ്മൾ ആദ്യമായിട്ട് എല്ലാവരും ഈത്തപ്പഴത്തിന്റെ കൂടെ സാധാരണ സംസം വെള്ളമാണല്ലോ. ഈ ചെരുവത്തിൽ ഈ സംസം വെള്ളം തരുന്ന ആദ്യമായിട്ടാ. സാധാരണ സംസം വെള്ളം ഇത്ര ഒരു ഗ്ലാസറ കൊടുക്കാം. എന്റെ കൂടെ എന്നാൾ ഒരാൾ അത് വലിയ ചെരുവത്തിലാണ് വെള്ളം വെച്ചത്. മുപ്പര് ഓർത്ത് ഇത്രയും സംസം വെള്ളം ഞാൻ എപ്പോഴും കുടിച്ചു തീർക്കാം. ഇതെന്താ ഞാൻ പറയുന്നത്? കൈ കഴുകാൻ. അത് കൈ കഴുകാൻ, വായ തുടയ്ക്കാൻ, ചുണ്ട് തുടയ്ക്കാൻ, അല്ലെങ്കിൽ വായു കുപ്പിളിക്കാം. ഈത്തപ്പഴം കഴിക്കാൻ, ഒരു ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടി ആ ഭക്ഷണം കഴിക്കാം എന്നതിനെ ഇങ്ങനെ ഓരോ രംഗത്ത് നമുക്ക് ഭൗതികമായും ആത്മീയമായും മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടാണ്. ആത്മീയമായി നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത, പ്രവാചക വിചാരം എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട പ്രവാചക വിചാരം നമ്മെ നിയന്ത്രിക്കാൻ കഴിയണം. അങ്ങനെ ഒരു നിയന്ത്രണം വരുന്നോടത്ത് അറിയാതെ സ്വലാത്ത് വരും. ഞാനൊരു സുന്നത്ത് പഠിപ്പിച്ചു തരാം. അരി ആഹാരം കഴിക്കുന്ന മനുഷ്യൻ അരിയാഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്ത്. എന്റെ വക പറഞ്ഞതല്ല. സക്കാത്തിന്റെ അധ്യായത്തിൽ തങ്ങൾ തുഫ പറയുന്നുണ്ട്, ഷിർവാനി വ്യാഖ്യാനിക്കുന്നുണ്ട്. അരിയാഹാരം കഴിക്കുമ്പോ അതിന്റെ ഇടയിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്ത്. അരിയാഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സ്വലാത്ത് അല്ല. വർത്താനം പറയാൻ നമുക്ക് ഒരു പ്രശ്നമല്ല. അരിയാഹാരം കഴിക്കുമ്പോൾ, അരിപ്പൊടിയുടെ ആഹാരം കഴിക്കുമ്പോ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. എന്തുകൊണ്ട്? മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഷിർവാനി വ്യാഖ്യാനിക്കുന്നു,
ഏതൊരു ഭക്ഷണത്തിലും അല്ലാഹു ആ ഭക്ഷണത്തിൽ ഒരു രോഗവും മരുന്നും വെച്ചിട്ടുണ്ട്. ഇല്ലൽ അറുസാ, അരിയാഹാരത്തിൽ ഒഴിച്ച്. അരിയാഹാരത്തിൽ അല്ലാഹു ശിഫാ മാത്രമാ വെച്ചിട്ടുള്ളത്. അരിയാഹാരത്തിൽ അല്ലാഹു രോഗത്തിന്റെ മരുന്ന് മാത്രമാ വെച്ചിട്ടുള്ളത്. അരിയാഹാരത്തിന്റെ പ്രത്യേകത, അരിയാഹാരം അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്നും റബ്ബ് നേരിട്ട് പടച്ചതാ. ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രവാചക വിചാരം വരികയാ. ഈ സുന്നത്തുകൾ നമ്മുടെ കൂടെ ഉള്ളപ്പോ അല്ലാഹുവിന്റെ ഹബീബ് കൂടെ വരികയാ. ഒറ്റക്കിരിക്കുമ്പോൾ നബി തങ്ങൾ ഓർക്കാൻ കഴിയുന്നുണ്ടോ? സ്വലാത്തിന്റെ അമരധ്വനികൾ കൊണ്ട് നമ്മുടെ നാവ് സമ്പന്നമാണോ സഹോദര? നമുക്ക് നന്നാവാൻ അതേ പറ്റൂ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുകയാ. തൗബാൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുന്നത്. ആ ഹദീസ് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഖിയാമത്ത് നാളിൽ എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വരികയാണ്. അവർ വന്നുകൊണ്ട് ഖിയാമത്ത് നാളിൽ മഹ്ശറയുടെ വിശാലമായ മുറ്റത്ത് നിൽക്കുമ്പോൾ അവരുടെ അമലുകളെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവരുടെ അമലുകളുണ്ടല്ലോ, പർവ്വതം പോലെ വലിയ കൂമ്പാര കണക്കുള്ള അമലുമായി എന്റെ സമൂഹം വന്ന് നിൽക്കുകയാ. തിഹാമാ പർവ്വതം പോലെ കൂമ്പാര കണക്കമലുമായി ഒരു സമൂഹം വന്നു നിൽക്കാം. എന്നിട്ടോ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് കൂമ്പാര കണക്കെ നിൽക്കുന്ന പർവ്വത സമാനമായ അമലിന്റെ കൂനയുണ്ടല്ലോ, ചിന്ന ഭിന്ന ശിഥിലമായി പൊട്ടിത്തെറിക്ക. പിന്നെ അത് അവിടെ കാണുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് പേടിയോടുകൂടെ ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, നബിയേ ആരാണവർ നബിയേ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മിൻ സിൽദത്തിക്കും, നിങ്ങളിൽപ്പെട്ടവര് തന്നെയാവര്. ഖിയാമത്ത് നാളിനോടടുത്ത കാലഘട്ടത്തിലുള്ളവരാവര്. അവര് നിങ്ങളിൽപ്പെട്ടവര് തന്നെയാ. ചോദിച്ചത് തൗബാൻ എന്ന സ്വഹാബിയാ. നബിയെ, ഞാൻ ചോദിച്ചത് എന്തിനാണെന്നറിയുമോ? ആ ദുശീലം ഞങ്ങളിലുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടി നബിയെ, ഞങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കാൻ വേണ്ടി. ഒരുപാട് ദിക്ർ ചൊല്ലിയതല്ലേ, ഒരുപാട് നിസ്കരിച്ചു കൂട്ടിയതല്ലേ, ഒരുപാട് സദഖ ചെയ്തതല്ലേ, ഒരുപാട് അമലുകൾ ചെയ്തിട്ട് തിഹാമാ പർവ്വതത്തിന്റെ കൂമ്പാരം കണക്കെ നമ്മൾ അമലിന്റെ കൂനയുമായി റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അത് ഉപകാരപ്പെടാതെ പോകുന്ന ആളുകളുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അവരുടെ ഏകാന്തതയിൽ അവർ തനിച്ചിരിക്കുമ്പോൾ അവർ ഹറാമുകളിലേക്ക് പോവുകയാ. ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തിൽ വൃത്തികേട് കാണുകയാ. ഏത് മനുഷ്യനായി ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ഒറ്റക്കിരിക്കലാ ഇഷ്ടം. റേഷൻ കടയുടെ മുന്നിൽ വല്ല ക്യൂ ഉണ്ടെങ്കിൽ അവിടെ ഒഴിച്ചു. ഒരു ഡോക്ടറെ കാണാൻ OP ചീട്ടെടുത്ത ആള് 1 മണിക്കൂർ വൈകിയാലും കുഴപ്പമില്ല, മൂപ്പരിങ്ങനെ അതിന്റെ പുറത്ത് ഇങ്ങനെ ഒറ്റക്കിരിക്കല. 1 മണി 1:30 മണിയായപ്പോ ഭാര്യയുടെ ഫോണിൽ ഒരു വാട്സാപ്പ് മെസ്സേജ്, ഭർത്താവിന്റെ ഫോണിൽ വാട്സാപ്പ് മെസ്സേജ്. എന്താ ഇതിനൊരു സ്പെഷ്യൽ ട്യൂണുണ്ട്, കുടുംബത്തിൽ നിന്ന് വന്ന മെസ്സേജൊക്കെ അങ്ങനെ അറിയാം. വേറൊന്നുമല്ല, നീങ്ങി കിടക്കും മനുഷ്യ, ചൂടെടുത്തിട്ട് പാടില്ല, അപ്പുറത്ത് കിടക്കണ ഭാര്യ മെസ്സേജ് അയച്ചേക്കാം. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണത്. അത്രയും ഒരു മനുഷ്യൻ പേരക്കുട്ടികൾ വിരുന്നതിന് വല്ല വല്ലുപ്പാക്കപ്പോ ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ഒക്കെ അത് ഇതും തോണ്ടി അവിടെ മൂലക്കൊക്കെ ഇരിക്കും. പണ്ടങ്ങനെയല്ല, മാവേക്കാരില് കുളത്തിച്ചാടല്, മീൻ പിടിക്കാൻ പോക്ക്, ഒരുപാട് കളി വിനോദമൊക്കെ ആയിട്ട് രസമായിരുന്നു. ഇന്നിങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുവരുത്തി അവിടെ ഇരുന്നു. ആ ഒരു അവസ്ഥ. ആരോഗ്യം എവിടെ ഉണ്ടാവും? ഒറ്റക്കിരിക്കുമ്പോൾ ഹറാമുകളിൽ ലയിക്ക. ഒറ്റക്കിരിക്കുമ്പോ ഹബീബ് മുന്നിൽ വന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒറ്റക്കിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും ഞാൻ ഒഴിവല്ല, ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യരും ഒഴിവല്ല. എല്ലാവർക്കും ഇഷ്ടം ഒറ്റക്കിരിക്കല. ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടവരുണ്ട്. ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെട്ട മഹാന്മാർ ഒരുപാട് പേരുണ്ട്. അവരുടെ ഏകാന്തത 2:30 മണിക്ക് ഞാൻ എത്ര വൈകി കിടന്നാലും എഴുന്നേൽക്ക തന്നെ ചെയ്യും. 2:30 മണിക്കാണ് എന്റെ ഏകാന്തത. സുബഹി വരെ ആളുകളില്ലല്ലോ, ഞാൻ ആ നേരം എന്റെ റബ്ബിന് വേണ്ടി സമർപ്പിക്കുമെന്ന് പറഞ്ഞ സയ്യിദാണ് മഹാനായ സംകേതങ്ങള്. മഹാനായ ചെറുവാളൂർ ഉസ്താദിനെ അറിയാത്തവരില്ലല്ലോ.
മഹാനായ ശൈഖുന പറയുമായിരുന്നു, പരിശുദ്ധ റമദാനിന്റെ 2 മണി സമയം മുതൽക്ക് രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല, ആരുമില്ലല്ലോ. ടോക്കൺ എടുത്തുകൊണ്ട് കാണാൻ പോയിക്കൊണ്ടിരുന്ന മഹാന്മാരായ സൂഫിയാക്കളല്ലേ അവര്. തിരക്ക് കൂടുമ്പോൾ ഒരു ദിവസം ഇത്ര പേരെ കാണാവൂ. ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് അത്ര നേരമേ ആളുകളെ നോക്കാൻ പറ്റൂ. ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാനിരുന്ന മഹാന്മാരൊക്കെ പകലന്തിയോളം എന്റെ പ്രിയമുള്ളവരെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ഓടി നടന്നിട്ട് മഹാനായ ആറ്റപ്പൂ തങ്ങൾ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ അദ്ദേഹത്തെ ഒറ്റക്ക് കാണാൻ ചെല്ലണമെങ്കിൽ പണക്കാട്ട പള്ളിയിൽ രാത്രി 3 മണിക്ക് ചെന്നാൽ കാണുമെന്ന് പറയാറുണ്ടല്ലോ. ഏകാന്തത അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ച ഒരുപാട് മഹാന്മാരുണ്ട്. തൻഹായി കെ സബ് ദിൻ തൻഹായി കെ സബ് രാത്തെ അബ് ഹോനെ ലഗേ ഉൻസേ ഖൽവത്ത് മേ മുലാഖാത്തെ. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിച്ച് മദീനയിലേക്ക് മനസ്സ് കൊടുത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. 921 ഒക്ടോബർ മാസം 21-ാം തീയതി കറാച്ചിയിലെ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കയറ്റി നിർത്തുമ്പോ, കോടതിയുടെ 4 കെട്ട് കാണുമ്പോൾ, നീതിപീഠത്തിലിരിക്കുന്ന ന്യായാധിപനെ കാണുമ്പോ മൗലാന മുഹമ്മദ് അലി ജൗഹർ വിളിച്ചു പറയുകയാ, മനസ്സ് പോയത് മദീനയിലേക്കാ, മനസ്സ് പോയത് ഹബീബിലേക്കാ. കോടതിയും 4 കെട്ടും ന്യായാധിപനും നീതിപീഠവും എല്ലാം കാണുമ്പോൾ അന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി വിചാരണ പോലുമില്ലാതെ എന്നെ ക്രൂശിക്കുന്ന ഈ പ്രവണതയിൽ എന്റെ മദീനയുടെ കോടതിയായിരുന്നുവെങ്കിൽ, വ്യഭിചരിച്ചു വന്ന് കുറ്റസമ്മതം നടത്തിയ മാഴീസിന് പോലും നീതിയുടെ പഴുത് തേടിയ പ്രവാചക പൊങ്കവരുടെ കോടതിയാണ് എങ്കിൽ, മഖ്സൂമിയ തറവാട്ടിലെ പെൺകുട്ടി കട്ടപ്പോൾ എന്റെ പൊന്നുമോള് ഫാത്തിമ കട്ടാലും കയ്യുവെട്ടുമെന്ന് പറഞ്ഞ ന്യായാധിപന്റെ കോടതിയായിരുന്നുവെങ്കിൽ, മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മനസ്സങ്ങ് മദീനയിലേക്ക് പോയപ്പോ 921 ഒക്ടോബർ മാസം 21-ാം തീയതി കറാച്ചിയിലെ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് കോടതിയുടെ 4 കെട്ടുകളെ മുഖരിതമാക്കിയിട്ട് മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ വിളിച്ചു പറയാൻ തുടങ്ങി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയാൻ തുടങ്ങി. പരിസരം മറന്നു. അങ്ങനെ ഉണ്ടല്ലോ, എത്ര ദേശം പിടിച്ചിരുന്നാലും, എത്ര ബോറടിച്ചിരുന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ പരിസരം മറക്കാറുണ്ട്. ഒരു പാട്ട്, നല്ല പാട്ടങ്ങ് കേട്ടാൽ പാട്ട് കേട്ട താളോടും. നമ്മൾ പാട്ട് പാടാൻ പറഞ്ഞിട്ടില്ല, പാട്ട് കേൾപ്പിക്കണമെന്ന് പറഞ്ഞില്ല, എന്നാലും നല്ല പാട്ട് താളോടും. മനസ്സിങ്ങനെ പോവാ. പരിസരം കാണുമ്പോ മദീന, അങ്ങനെ ഒരു ചിന്ത. ബ്രിട്ടീഷ് കോടതിയിൽ ജഡ്ജ് പറഞ്ഞു, ഈ പേര് ഇവിടെ പറയാൻ പാടില്ല. പെട്ടെന്ന് തിരിച്ചു കിട്ടിയ ഒരു പരിസരബോധം, എന്റെ നബിയുടെ പേര് പറയാൻ പാടില്ല. എവിടെയും പറയും ഞാനത്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പറയും, എവിടെയും പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞതാ, തൻഹായി കെ സബ് ദിൻ തൻഹായി കെ സബ് രാത്തെ അബ് ഹോനെ ലഗേ ഉൻസേ ഖൽവത്ത് മേ മുലാഖാത്തെ. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോ എന്റെ മുന്നിൽ അവിടുത്തെ വരാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോ എന്റെ മുന്നിൽ അവിടുത്തെ വരാറുണ്ട്. ഏകാന്തമാണ് എന്റെ പകലുകൾ, ഏകാന്തമാണ് എന്റെ രാത്രികൾ. ആ ഏകാന്തതയിൽ ഞാൻ അവിടുത്തെ കാണാറുണ്ട്. ആ ഏകാന്തതയിൽ അവിടുത്തെ എന്റെ മുന്നിൽ വരാറുണ്ട്. ആരാണ് മുഅ്മിനേ അവിടുത്തെ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായി അവിടുത്തെ അവിടുന്ന് വരാറുണ്ട്. ഇങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണ്ടേ. ഹബീബിനെ കുറിച്ചുള്ള സ്വലാത്തിന്റെ പ്രകടനങ്ങൾ, പ്രവാചക പ്രേമത്തിന്റെ പ്രഫുല്ലമായ ഒരു വെളിച്ചം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് വേണ്ടേ. ഏത് രംഗങ്ങളിലും ഹബീബായ നിബിധങ്ങളുണ്ട്. ഒളു എടുത്ത് നടന്നോ സുന്നത്താ, പ്രത്യേകം ശ്രദ്ധിക്കണേ. വലിയ അശുദ്ധിയുള്ള ഹൈദുള്ള സഹോദരിമാര് ഒളു എടുക്കാൻ പാടില്ലാത്തതാ. അവർ ആ സമയത്തൊരു ഫാസിദായ അമലെന്ന നിലയിൽ ഒളു ചെയ്യാൻ പാടില്ല. അതല്ലാത്ത നേരത്തെപ്പോഴും
എപ്പോഴും ഒളു എടുക്കാം. എന്തുകൊണ്ടാണെന്നറിയോ? പിശാച് കടന്നു വരൂല ഒളു ഉള്ള മനുഷ്യന്റെ നേരെ. പിശാച് കടന്നു വരുന്നത് ശുദ്ധിയില്ലാത്തോടത്താ. പിശാച് കടന്നു വരാത്തോടത്ത് ഈമാൻ ഉണ്ടാവുകയാണ്. അത്തുഹൂറു ശത്റുൽ ഈമാൻ. സ്വഹീഹ് മുസ്ലിം നബി മുഹമ്മദ് മുസ്തഫ. ഈമാന്റെ പകുതി പിടിച്ചു നിർത്താൻ, പകുതിയും പിടിച്ചു നിർത്താൻ നമുക്ക് ഉളു കൊണ്ട് കഴിയും, ശുദ്ധി കൊണ്ട് കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മാത്രവുമല്ല, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹുവിന് ശുദ്ധിയുള്ളവരെ ഇഷ്ടമാ. റബ്ബിന്റെ ഇഷ്ടം കിട്ടാൻ കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ വൃത്തി പഠിപ്പിച്ചു. സമയബന്ധിതമായി നമ്മോട് പല കാര്യങ്ങളും ചെയ്യാൻ പഠിപ്പിച്ചു. അൽ ഫിത്രത്തു ഖംസുൻ അൽ ഖിതാൻ വൽ ഇസ്തിഹദാദ് വനതുൽ ഇബ്ത് വനതുൽ ഇബ്തി വതഖലീമുൽ അൽഫാരി വഖസ്സു ശാരിബി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. കേട്ടോളൂ, 5 കാര്യങ്ങൾ സുന്നത്താം. നബിയുടെ ജീവിതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കാര്യം സുന്നത്താണ്. ആർക്കത് സുന്നത്തായിട്ട് തോന്നിയേക്കുന്നത്? 5 കാര്യം. അതിൽ ഒരെണ്ണം മാത്രം നമ്മൾ സുന്നത്തെന്ന് പറയാറുള്ളൂ. ബാക്കി 4 സുന്നത്താണ് തോന്നിയിട്ടില്ല. ആ 1ാമത്തെ കാര്യം സുന്നത്ത് തന്നെയാണ്. ഏത് സുന്നത്ത്? മറ്റേ സുന്നത്തുണ്ടല്ലോ, അവസാനം കൊണ്ടുവന്നിട്ടുള്ള സുന്നത്ത്. അതന്നെ. അതിനെത്ര പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ തന്നെ പ്രാധാന്യം. അത് നിർബന്ധമാണല്ലോ നമുക്ക്. അത് പ്രായവൃത്തിക്ക് മുമ്പ് സുന്നത്താണ്. 2ാമത്തേത് അത് അമ്പിയാക്കൾ ചെയ്തു പോകുന്നത്. രണ്ടാമത്തേത് ഗുഹ്യരോമം നീക്കം ചെയ്യാം. മാക്സിമം 40 ദിവസം വൃത്തി പഠിപ്പിക്കുക, ശുദ്ധി പഠിപ്പിക്കുക വ്യക്തി ജീവിതത്തിൽ. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തേത് കക്ഷരോമം പഠിക്കും. ആണിനും പെണ്ണിനും 40 ദിവസത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. 4ാമത്തേത് ആഴ്ചയിൽ ഒരിക്കൽ നഖം മുറിക്കണം. വലത് കൈയിന്റെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങി ചെറുവിരലിൽ അവസാനിച്ചിട്ട് പിന്നെ വലത് കൈയിന്റെ തള്ളവിരൽ, ഇടത് കൈയിന്റെ ചെറുവിരലിൽ തുടങ്ങി തള്ളവിരൽ വരെ ഡയറക്റ്റ്. വലത്തെ കാലിന്റെ ചെറുവിരൽ മുതൽ ഇടത്തെ കാലിന്റെ ചെറുവിരൽ വരെ ആഴ്ചയിൽ ഒരിക്കൽ നഖം വെട്ടൽ സുന്നത്താണ്. അതും സുന്നത്താ. ആഴ്ചയിൽ ചെയ്യാൻ വലിയ കൂലിയാ. ഞാൻ നേരത്തെ പറഞ്ഞു, സലാകർമ്മം ചെയ്യുന്നതിനെ ഒരു സുന്നത്തെന്ന് പരിഗണിക്കുന്ന അതേ പരിഗണന തന്നെ ഇതിനൊക്കെ. മീശ ചുണ്ടിന്റെ ചൂപ്പിന്റെ മുകളിൽ വെച്ചിട്ട് വെട്ടി നിർത്തണം. ചുണ്ടിന്റെ ചോപ്പ് കാണാൻ പാടില്ലാത്ത രീതിയിൽ ചിലരിങ്ങനെ ഇറക്കി അങ്ങോട്ട് ചുണ്ടിൽ താഴേക്ക് ഇറക്കും. കട്ടമീശ അത് പാടില്ല. ചുണ്ടിന്റെ മുകളിലാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീശ വെച്ചതും വെക്കാൻ പറഞ്ഞതും. ഈ ചുണ്ടിന്റെ താഴത്തേക്കൊക്കെ ഇറങ്ങി നിന്നതിന് എന്ത് രസമുണ്ടോ അല്ലേ? അതല്ല ഗോതമ്പിന്റെ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടെ നാണവില്ല. അപ്പോ അതൊക്കെ ചുണ്ടിന്റെ ചോപ്പ് കാണത്തക്ക രീതിയിൽ വെട്ടി നിർത്താൻ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ആരോഗ്യരംഗം. യാത്ര കഴിഞ്ഞു വരുമ്പോ അകലേന്ന് വിവരം കൊടുക്കും വീട്ടിലുള്ള സ്ത്രീകളോട്, ഒരുങ്ങിക്കോ എന്ന് പറയാൻ സുന്നത്ത. എസംബരത്ത് വരുമ്പോഴല്ല ഫോൺ ചെയ്യേണ്ടത്. തൃശ്ശൂരിൽ നിന്നാ വരുന്നെങ്കിൽ ഇരിങ്ങാലക്കുട കഴിയുമ്പോ വിളിക്കണം, ഞാൻ എത്താനായിട്ടോ. നേരത്തെ വിവരം കൊടുക്കണം, ഞാൻ ഇന്ന സ്ഥലത്തെത്തി. അവർക്കൊന്ന് ഒരുങ്ങാൻ സുന്നത്ത. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അനസ് തങ്ങൾ പറയാം, وقت لنا في قص الشارب وتقليم الأظفار ونطف الإبط وحلق العانة ألا نترك أكثر من 40 ليلة. ഹബീബ് പഠിപ്പിച്ചുള്ള സ്വഹീഹ് മുസ്ലിം 40 ദിവസം വിട്ടുപോവാൻ പാടില്ല. നേരത്തെ പറഞ്ഞ രോമങ്ങൾ നീക്കാൻ, ശരീരത്തിന്റെ വൃത്തികേടാവുന്ന ഭാഗങ്ങൾ വൃത്തിയാക്കാൻ 40 വിട്ടുപോവാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ എല്ലായിടത്തും ഇടപെടുകയാ. കായിക രംഗത്തുണ്ട്, എല്ലാ കലാരംഗത്തിന്റെ എല്ലാ രംഗത്തുമുണ്ട്. കായിക രംഗത്ത് ഇത്രയധികം പറഞ്ഞു തന്നതാരാ? നീന്തൽ പഠിക്കണം, പഠിപ്പിക്കണം സയ്യിദുനാ റസൂലുള്ളാഹി. കുതിരസവാരി പഠിക്കണം, പഠിപ്പിക്കണം സയ്യിദുനാ റസൂലുള്ളാഹി. അമ്പെയ്ത്ത് പഠിക്കണം, പഠിപ്പിക്കണം സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര പൈസ കൊടുത്തിട്ടാ ഇന്ന് ഷൂട്ടിംഗ് പഠിക്കാം, ഉന്നം പഠിക്കാൻ മക്കളെ വിടുന്നുണ്ട്. ഉന്നം പഠിക്കണം. ഉന്നം നല്ലതിന് പറയാ.
അല്ലേ? ഓ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ നനഞ്ഞ ആകെ കുതിർന്നിരിക്കണ പോലെ. ഉന്നം എന്നല്ലേ പറയാ? കേട്ടില്ല? അതെ, ഉന്നം പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നിർബന്ധമായിരുന്നു. ഇത് റസൂലുള്ളാഹിയുടെ സുന്നത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ ഇടപെടാത്തത്? ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഇമാം ഷൗക്കാനിയുടെ അൽ ഫവായിദുൽ മജ്മൂഅ ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി അല്ലിമൂ ബനീകുമുസ് സിബാഹ, മക്കളെ നീന്താൻ പഠിപ്പിക്കണേ, മക്കളെ നീന്തൽ പഠിപ്പിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി വറമ്യ, ഉന്നം പഠിപ്പിക്കണേ, അമ്പെയ്ത്ത് പഠിപ്പിക്കണേ. നീ കേട്ടോളൂ, വല നിഅമലഹുൽ മുഅ്മിനത്തി, ഒരു പെണ്ണിന്റെ വിനോദം ഏതാണെന്നറിയുമോ? ഏറ്റവും നല്ല വിനോദം മഗ്സിലുഹാ, നെയ്തുണ്ടാക്കുന്ന പണി പെണ്ണ് ചെയ്യലാ അവൾക്ക് ഏറ്റവും നല്ല വിനോദമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കുട്ട നെയ്യാനും പനമ്പ് നെയ്യാനും സ്ത്രീകൾ ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ചൂല് പോലും മെടഞ്ഞുണ്ടാക്കാൻ ഒരു കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ ചൂലുണ്ടാക്കാൻ എവിടെയുള്ള കുറവാ. അതിങ്ങനെ കിട്ടൂല, നമുക്ക് വാങ്ങാൻ കിട്ടൂല. എല്ലാം കിട്ടൂല. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാധനമാണ് ചൂല്. ചൂല് ഒരു പെണ്ണ് ഉണ്ടാക്കുക എന്നത് വലിയ സുന്നത്താ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു പെണ്ണിന്റെ വിനോദമായിരിക്കണം നെയ്ത്ത് പണി, സ്റ്റിച്ചിങ്, തയ്യല്. പഴയ കാലത്ത് ഒരു കല്യാണം നടത്താൻ പെണ്ണിന്റെ യോഗ്യത ചോദിക്കും. MSc ഒന്നൊന്നും പറയാനില്ല. എന്തെങ്കിലും ഓത്തും വൈത്തൊക്കെ ഉണ്ടാവും. ഹത്തം തീർത്തിട്ടുണ്ട്, 30 ദിവസം പഠിച്ചിട്ടുണ്ട്, പിന്നെന്താ പഠിച്ചാണ്? തയ്യലും അറിയാം. ചിലപ്പോ അതിന്റെ കൂടെ എക്സ്ട്രാ ടൈപ്പ് റൈറ്റിംഗും അറിയാം. തയ്യൽ മിഷൻ. ഐഷാ റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഐഷ ബീവിയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഐഷ, നീ എന്റെ കൂടെ സ്വർഗത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ്. ഐഷ, എന്റെ കൂടെ നീ സ്വർഗത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഐഷ, നബിയെ വരാൻ ആഗ്രഹിക്കുന്നു. നീ ഒരു വലിയ ധനാഠ്യന്റെ ഭാര്യയെ പോലെ കിബറത്തിയാവാതിരിക്കലാണ് വേണ്ടത്. വലാ തസ്തഖ്ലിഖി തൗബാ ഹത്താ തുനഖിഹി, ഒരു വസ്ത്രവും ഒരു സ്റ്റിച്ച് പൊട്ടിയതിന്റെ പേരിൽ പഴഞ്ചനാണെന്ന് പറഞ്ഞ് വലിച്ചെറിയാതെ, അതിനെ തുന്നി ഉപയോഗിക്കാതെ എന്റെ കൂടെ നിനക്ക് സ്വർഗമില്ല ഐഷ. സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര ഗൗരവമുള്ള കാര്യ. പ്രോഗ്രസ് കാർഡിൽ ഒപ്പുവെക്കാൻ പോയപ്പോ അന്ന് ഇട്ട ചുമന്ന ചുരിദാർ പിന്നെ ഇടൂല. കണ്ട എളുപ്പം പറഞ്ഞ കർത്താണി അല്ലല്ല. എന്റെ സഹോദരങ്ങളെ, നമ്മള് വല്ലാതെ മുകളിലേക്ക് കയറിയിരിക്കട്ടെ. ഇതിനാ പരിഷ്കാരം എന്ന് പറയാം. വസ്ത്രങ്ങൾ വാങ്ങുന്നതൊക്കെ നല്ലതാ, വസ്ത്രം ഉപയോഗിക്കുന്നത് നല്ലതാ. കീറിയത് തുന്നാതെ കളയരുത്. കീറിയിട്ടുണ്ടെങ്കിൽ തുന്നി ഉപയോഗിക്കണം. എന്നാ പരിപാടി ഉണ്ടോ? തയ്യൽ മിഷൻ ഉപയോഗിക്കണം, സുന്നത്താണ്. ഹബീബായ നബി തങ്ങൾ ഇടപെടുകയാണ്. മക്കളെ നീന്തല് പഠിപ്പിക്കണം. ആര് പറഞ്ഞു ഇങ്ങനെ? കായിക രംഗത്ത് ഇത്രയധികം പറഞ്ഞു തരാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ നീന്തല് പഠിപ്പിക്കണേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സൂറത്തുൽ അൻഫാലിന്റെ വ്യാഖ്യാനത്തിൽ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഷാമിലെ ഗവർണറായിരുന്ന ഷാമിലെ ഗവർണർക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കത്തെഴുതുകയാണ്, അൻഅല്ലിമു ഔലാദകുമുസ് സിബാഹത വൽ ഫുറൂസിയ. ഷാമിലുള്ള കുട്ടികൾക്ക് കുതിര സവാരി പഠിപ്പിക്കണേ. ഷാമിലുള്ള കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കണേ. അവരുടെ സിലബസിന്റെ ഭാഗമായിരുന്നു. അതൊരു പ്രധാന സുന്നത്താ. കുതിര സവാരി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പേശികളും അസ്ഥികളും കുലുങ്ങി കുലുങ്ങി ഒരു പ്രത്യേകമായ ദൃഢഭാവത്തിലേക്ക് ശരീരം കടന്നു വരാ. 1000 വട്ടം ജിമ്മിൽ പോകുന്നതിനേക്കാളും നമുക്ക് ഗുണകരമാണ് കുതിര സവാരി. അത് അല്ലാഹുവിന്റെ ഖുർആൻ പ്രോത്സാഹിപ്പിച്ച കാര്യമാ. കുതിര സവാരി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിൽ വൽആദിയാതി ളബ്ഹു ഫൽമുരിയാതി ഖദ്ഹു ഫൽമുഗീറാതി സുബ്ഹ
فأثرن به نقعا فوسطن به جمعا. അള്ളാഹു സത്യം ചെയ്ത് പറയാൻ വേണ്ടി കുതിരയെ ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഇത് പഠിക്കാൻ നമുക്കുണ്ട്. വ്യാപകമായി കുതിര കിട്ടും നമുക്ക് വാങ്ങണമെന്നല്ല പറഞ്ഞത്. അടങ്ങി ഒതുങ്ങി എവിടെയും കഴിഞ്ഞുകൂടുന്ന ഏതെങ്കിലും ഒരു ശരീരമാവാതെ നമ്മൾ അധ്വാനിക്കാനും പുറത്തേക്ക് ഇറങ്ങാനും തയ്യാറായി കഴിഞ്ഞാൽ ആരോഗ്യരംഗത്ത് അഷ്റഫുൽ ഖൽഖിനെ കാണാം. പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാ. വൽ ആദിയാതി ലബ്ഹാ, പ്രഭാതത്തിൽ കിതച്ചോടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. വൽ മുരിയാതി ഖദ്ഹാ, ഓടിപ്പോകുന്ന നേരത്തിൽ ആടനടിച്ചു പോകുമ്പോ തീപാറുന്ന കുതിരകളെ തന്നെയാണ് സത്യം. യുദ്ധത്തിന്റെ മനോഹരമായ പാടവങ്ങളിൽ ചുവടുവെപ്പുകളിൽ യോദ്ധാക്കളോടൊപ്പം യുദ്ധസൈന്യത്തിന്റെ മധ്യത്തിൽ വന്നുകൊണ്ട് അമ്മാനമാടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. കിതച്ചോടുന്ന കുതിര, തീപാറുന്ന കുതിര, ശബ്ദം കൊണ്ടുപോലും ഖുർആൻ, ശബ്ദം കൊണ്ടുപോലും ഖുർആന്റെ വ്യാഖ്യാനം, ശബ്ദം പോലും അതിന് വന്ന പോലെ. വലാ തഖുൽ ലഹുമാ ഉഫ്, ഖുർആന്റെ ഒരു ആയത്തായത്. സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്ത്. വാർദ്ധക്യ സഹജമായി വരുന്ന മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന മക്കളെ, അരോചകമായി പലതും അവരിൽ നിന്നും അനുഭവപ്പെട്ടാലും വലാ തഖുൽ ലഹുമാ ഉഫ്, പാടില്ല. ഒരു ദീർഘനിശ്വാസമാ ഉഫ്, അതിനർത്ഥമില്ല, അത് നെറ്റി ചുളുങ്ങലാ ഉഫ്, ഛേ 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 എന്ന് പറയല്ലേ. അങ്ങനെ ചില പരിഭാഷകളിൽ കാണുന്നു, അതിന് പരിഭാഷയില്ല. ശബ്ദം കൊണ്ട് ഖുർആൻ, ശബ്ദം കൊണ്ട് ഖുർആൻ, ശബ്ദം കൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരു പ്രയോഗമാ ഉഫ്. നിന്റെ ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടതുപോലെ ഒരു അമർഷത്തിന്റെ ഭാഷയുണ്ട് എങ്കിൽ അപരാധമെന്ന് പരിശുദ്ധ ഖുർആൻ. ശബ്ദം കൊണ്ട് അർത്ഥം കൊടുത്ത ഖുർആൻ കുതിരേനെ പറയാൻ, കുതിരകളെ പറയാൻ ശബ്ദം കൊണ്ട് അർത്ഥം പറഞ്ഞ പോലെ. Because the Quran is the sentence of the God. അങ്ങനെയാണ് മൗലാന അബുൽ കലാം ആസാദ് നെഹ്റുവിനോട് പറഞ്ഞതാ. നെഹ്റു പോലും അമ്പരന്ന് പോയി, നെഹ്റു പോലും അമ്പരന്ന് പോയി. I could not find a single error in Quran. I had to stop and ask myself, if a man was the author of the Quran, how could he have written facts on the 7th century? എങ്ങനെ 7-ാം നൂറ്റാണ്ടിലെ മനുഷ്യന് ഇത് പറയാൻ കഴിഞ്ഞു? ഈ ഖുർആനാ ആ മനുഷ്യന്റെ സ്വഭാവം, ഈ ഖുർആനാ മനുഷ്യന്റെ സ്വഭാവം, ഈ ഖുർആനാ മനുഷ്യന്റെ സ്വഭാവം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. വേണം സഹോദര, ഖുർആൻ പാരായണത്തിന്റെ മാസ്മരികമായ അത്ഭുതങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരണം. കുതിര സവാരി വേണം, അതുപോലെ മക്കളെ നിങ്ങൾ നീന്താൻ പഠിപ്പിക്കണം. അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു, നിനക്ക് നീന്താൻ അറിയുമോ? നിനക്ക് അമ്പെയ്ത്തറിയുമോ? ഉണ്ടെന്ന് പറഞ്ഞാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅജിബുഹു അൻ യകൂന റജുലു സാബിഹൻ റാമിയാ. നീന്താൻ അറിയുന്ന ആളാണ് വരുന്നത്, അമ്പെയ്ത്ത് നല്ല ഉന്നം പിഴയ്ക്കാത്തവനാണെന്നറിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന് ഒരുപാട് ഇഷ്ടമാണ്. സഅദ് ബിൻ അബീ വഖാസ് എന്ന സ്വഹാബി ഉണ്ടല്ലോ, വല്ലാത്ത ഉന്നമുള്ള ആളായിരുന്നു സഹോദരാ. സഅദ് ബിൻ അബീ വഖാസിന്റെ മുന്നിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്, ലോകത്ത് ഒരാളോടും റസൂലുള്ളാഹി പറയാത്ത പ്രയോഗമാണ്. ഇർമി സഅദ്, ഇർമി സഅദ്, സഅദ് ഉന്നം പിഴയ്ക്കാതെ അമ്പയ്യണേ സഅദേ, ഫിദാക ബി
വ ഉമ്മി, എന്റെ ഉപ്പയും എന്റെ ഉമ്മയും നിനക്ക് ദണ്ഡം സഅദേ. ഉപ്പായെയും ഉമ്മയെയും ചേർത്തുകൊണ്ട് അള്ളാന്റെ ഹബീബ് ഇതുപോലെ ചേർത്ത് പറഞ്ഞ ഒരു പ്രോത്സാഹനം എനിക്ക് മാത്രമാ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് ഖസാം. എന്തിനാണ്? ഈ ഏകാഗ്രതയിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാൻ, നല്ല ഉന്നം പഠിക്കാൻ, ഷൂട്ടിംഗ് പഠിക്കാൻ. പഴയ കാലത്തൊക്കെ ഒരു വിനോദം എന്നാൽ അതിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ തോന്നിയിരുന്നു. മാവില് കല്ലെറിയാം, അല്ലെങ്കിൽ കല്ലെറിയാം. ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് കല്ലെറിയാ അറിയോ? എറിഞ്ഞു പഠിപ്പിക്കണം. അതൊക്കെ ശരീരത്തിന്റെ ആരോഗ്യ. അങ്ങനെയുണ്ട്. ഇവിടെ കൊണ്ടോന്ന് എനിക്കറിയില്ല. ഈ കുളവും തോടും പുഴയൊക്കെ അടുത്തുള്ളടത്ത് ഇങ്ങനെ അമ്പ് കൊടക്കമ്പിയൊക്കെ വെച്ചിട്ട് അമ്പ് ഉണ്ടാക്കിയിട്ട് ഈ കരിമീനൊക്കെ പിടിക്കുക. അമ്പ് ചെയ്ത് പിടിക്കുന്ന മീൻ പിടിക്കുന്ന ഇവിടെയൊക്കെ തോടും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുണ്ടോ? അമ്പ് ചെയ്ത് മീൻ പിടിക്കാം. ചക്ക പറിക്കാം. ചക്ക ആരപ്പതിന്റെ കൊണ്ടൊക്കെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് ഏകാഗ്രത. എങ്ങനെയാ വേണ്ടത്? കാക്കയുടെ പരിസര നോട്ടം എല്ലാം നിരീക്ഷിക്കാൻ കഴിയണം, ഒബ്സർവ് ചെയ്യാൻ കഴിയണം. നായക്ക് ഉറക്കത്തിലുള്ള ശ്രദ്ധ, ഏകാഗ്രത, ശ്രദ്ധ. പെട്ടെന്ന് എണീക്കണം. ഉറങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് അവന്റെ ബുദ്ധിയുടെ പരിപൂർണ വളർച്ചയാ പറഞ്ഞത്. കൊക്കിന്റെ ഏകാഗ്രത എന്തൊരു ഏകാഗ്രതയാണ്! കൊക്ക് പാട വരമ്പത്തിരിക്കും. വിദ്യാർത്ഥിയുടെ വയറ് നിറയാൻ പാടില്ല. പിന്നെ വലിയ ഭംഗിയുള്ള വസ്ത്ര ലോകത്തേക്ക് പോകാനും പാടില്ല വിദ്യാർത്ഥി. വയറ് നിറയാൻ പാടില്ല. എന്റെ പൊന്നുസ്താദെ, വാക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അത് പറ്റില്ല. കൊച്ചു വയറ് നിറയണില്ല, ചോറ് തിന്നണില്ല എന്നുള്ളത് ദ്വാരക്കാനാണ് സാധാരണ വയതിന്റെ സദസ്സിലെ സഹോദരിമാര് തരാം. കൊച്ചു ചോറ് തിന്നണില്ല, അതങ്ങനെ നിറച്ചു കൊടുക്കലാണ് ഉമ്മയുടെ പണി. ഉമ്മയുടെ ഡ്യൂട്ടി അതാണ്. വിദ്യാർത്ഥിയാണെങ്കിൽ കുറച്ച് ക്ഷീണിക്കണം. വിദ്യാർത്ഥികളുടെ അധ്വാനം. ഇപ്പൊ ഈ അടുത്ത ദിവസം ഇമ്പോസിഷൻ എഴുതാൻ ഒരു മിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. 11,000 രൂപയുടെ അതിന്റെ വില. നോക്കിക്കോ, എല്ലാ വീട്ടിലും മേടിക്കും. കണ്ടില്ല? നമ്മുടെ അതേ കൈപ്പടയിൽ തന്നെ ഇമ്പോസിഷൻ എഴുതി തരും ഒരു മിഷൻ. എന്റെ വാപ്പായൊക്കെ രക്ഷപ്പെട്ടല്ലേ ഞാൻ മേടിപ്പിച്ചതെന്ന്. ഇപ്പോഴല്ലേ ഇറങ്ങി. നോട്ട്സ് ഒക്കെ എഴുതാൻ മിഷൻ വന്നത്. ഒരു പണിയെടുക്കൂല, അതാണ് ഇന്നത്തെ പണി. ഒരു പണിയെടുക്കൂല, അതാണ് ഇന്നത്തെ പണി. എന്നിട്ട് സുബൈ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. എവിടുന്ന്? ബ്രാലത്തുനിന്ന് അസംബരത്തേക്ക് നടക്കും. എന്നിട്ട് ഇങ്ങോട്ട് നടക്കും. അന്നേരം മിണ്ടൂല. അസ്സലാമു അലൈക്കും പോവാ. എന്നിട്ടൊരു 10-10 ആകുമ്പോ കൊടുങ്ങല്ലൂർ പോയിട്ട് വന്നിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ച് ഇങ്ങോട്ട് വരും. അപ്പൊ ഇപ്പൊ ഈ സുബൈയിട്ട് നടക്കുന്നത് നല്ലതാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കായികമായി കഴിഞ്ഞതൊന്നും മറന്നു പോകാൻ പാടില്ല. അമ്പെയ്ത്ത് പഠിച്ചിട്ടത് മറന്നാൽ അത് തെറ്റാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലതും വിനോദങ്ങളാ. ഞാൻ അങ്ങനെ അത്ഭുതത്തോടു കൂടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പൊറോട്ട അടിക്കുന്നവർ എന്തൊരു ഈസി ആയിട്ടാണ് ആ മൈദയുടെ കഷ്ണം നമ്മുടെ കയ്യിൽ തന്നാൽ എന്താവും? ഒരു ചില കാര്യങ്ങൾ അങ്ങനെയാ. അതുപോലെ തന്നെ സവാള അരിയുന്നത് എന്ത് പെട്ടെന്നാണ് അരിയുന്നത്. ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു കലാബോധമുണ്ട്.